എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേകതരം ചിക്കനാണ്, പാലക് ചിക്കൻ കറി. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 നാരങ്ങ ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം നന്നായി കഴുകിയ പാലക്കിന്റെ ഇല ഒരു പാത്രത്തിലിട്ട് നന്നായി വേവിക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പുതിനയുടെ ഇല ഒരു മിക്സിയിൽ 75% തരിതരിയായി അരച്ചെടുക്കുക. 1 തക്കാളി എടുത്ത് അതിനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. 2 സവാള തരിതരിയായി അരച്ചെടുക്കുക. നമ്മൾ വേവിക്കാനിട്ടിരുന്ന പാലക്കിന്റെ ഇല ഒരു മിക്സിയിൽ എടുത്തിട്ട് നന്നായി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. അല്പം മല്ലിയില അരിഞ്ഞ് മാറ്റി വെച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കടുക്, ജീരകം ഇത് രണ്ടും ഇട്ടുകൊണ്ട് മൂപ്പിക്കുക. ഇതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പുതിനയുടെ ഇല പേസ്റ്റ് ഇതിന്റെ കൂടെ ഇട്ട് മൂപ്പിക്കുക. ഇതിനുശേഷം അരച്ചു വെച്ചിരുന്ന നമ്മുടെ സവാള പേസ്റ്റും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് യോജിപ്പിക്കുക. ഈ യോജിപ്പിച്ച എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന തക്കാളി പേസ്റ്റും കൂടി ചേർക്കുക. ഈ ഐറ്റംസ് എല്ലാം കൂടി വഴറ്റി വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെയായിട്ട് വേറെ മസാല കൂട്ടുകളൊന്നും അഡീഷണലായി ഇതിൽ ചേർത്തിട്ടേ ഇല്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പുതിനയില എന്നിവയുടെ കൂടെ പച്ചമുളക് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി കൂട്ടിയിളക്കി യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് വെള്ളം ഒഴിക്കേണ്ട യാതൊരു ആവശ്യവും ഇതിനകത്തില്ല. നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായി വേവിക്കുക. ഏകദേശം ഹാഫ് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ മല്ലിയില ഇതിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം മല്ലിയില ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന നമ്മുടെ പാലക്കിന്റെ പേസ്റ്റ് ഈ ചിക്കനിലേക്ക് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാലക്കിന്റെ ഇല അധികം വേവ് വേണ്ടാത്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചിക്കൻ ഏകദേശം പകുതിയോളം കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാലക്കിന്റെ മിക്സ് നമ്മൾ ഇതിൽ ചേർത്ത് പാത്രം ഒന്ന് കറക്കി അതിനെ നന്നായി മിക്സ് ചെയ്യുക. അല്പം ഗരം മസാല ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രം മൂടി വെച്ച് ബാക്കി വേവാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുക. പച്ച കളറിൽ പാലക് ചിക്കൻ കറി അത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ലേശം കട്ട തൈരും ഉപ്പും കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചീരയുടെ വർഗത്തിൽപ്പെട്ട പാലക് ചേർത്തുള്ള ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാവർക്കും അധികം മസാലയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായി ഫാറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് സ്വന്തം വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.